ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചുരുങ്ങിയ ആ സമയത്തെ ചിന്തയ്ക്കായി 27-ാം സങ്കീർത്തനം അതിൻ്റെ 13-14 തിരുവചനം വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി അതിന് എതിരായിട്ട് നമുക്ക് തോന്നിക്കാവുന്ന ഒരു വേദഭാഗം കൂടി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യ ലേഖനം എടുക്കുമ്പോൾ അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരും. അപ്പോൾ അവിടെ പറയുന്ന കാര്യം കൊണ്ട് നാം ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു പോയാലും അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്ന ആ നിത്യകാലത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിലൊക്കെ എത്താന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. എങ്കിലും ഞാൻ ആ ഭാഗമല്ല ഇപ്പം ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നു, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ നന്മ അനുഭവിച്ചറിയേണ്ടവരാണ്. അല്ലാതെ ദൈവം ഏതെങ്കിലും എല്ലാം കഴിഞ്ഞ് ആ നിത്യതയിലേക്ക് ഉള്ള സമയത്ത് എന്തെങ്കിലും ചെയ്യണത് എന്നുള്ളതല്ല. നാം ദൈവത്തിൽ എപ്പോഴും വിശ്വസിക്കുന്നുവെങ്കിൽ അത് ആ വിശ്വസിക്കുന്ന വ്യക്തിയുടെ എല്ലാ ആവശ്യങ്ങളിന്മേലും ദൈവം കരുതലുള്ളവനാണ്. ദൈവം അത് നടത്തുന്നവനാണ്. പലപ്പോഴും മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ മാറിപ്പോയാലും ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല എന്നുള്ളതാണ്. മനുഷ്യന് വഴിമാറാൻ കഴിയും, ദൈവത്തിന് വഴിമാറാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അതങ്ങനെ സംഭവിച്ചേ തീരൂ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് അവൻ്റെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് തന്നെ, അതുപോലെ വളർച്ചയിലേക്ക് വരുന്നത് തന്നെ, അതിന് അടിസ്ഥാനമായിരിക്കുന്നത് വിശ്വാസമാണ്. പലപ്പോഴും നമ്മൾ ആ വിശ്വാസത്തെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും നമുക്ക് എത്രമാത്രം വിശ്വാസമുണ്ട്. കുറേ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും വിശ്വാസമാകില്ല. ആ കാണിച്ചു കൂട്ടൽ ഇല്ലെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് കഴിയും. അങ്ങനെ പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസമാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നത്. നമ്മുടെ വളർച്ചയുടെയും ആത്യന്തികമായ അവസ്ഥയും ഈ വിശ്വാസമാണ്. വിശ്വാസം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നന്മ കാണാൻ കഴിയില്ല. ഇവിടെ ദൈവത്തിൻ്റെ നന്മ കാണാൻ കഴിയാതെ പോകുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക: നമ്മുടെ വിശ്വാസത്തിൽ എവിടെയോ പാളിച്ച വന്നിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ പുറമേ നമ്മൾ പറയുന്നത് പോലെ ആകണമെന്നില്ല. പിന്നെ എന്ത് വിശ്വാസം ആകേണ്ടത്? ചിലർ അങ്ങനെ ചിന്തിക്കും. ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇനി പിന്നെ എന്താ വേണ്ടത്? ആ വിശ്വാസത്തിൽ എത്രമാത്രം ഉറപ്പുണ്ട് എന്ന് ദൈവം പരിശോധിക്കുമ്പോൾ അത് കണ്ടെത്തണം. അങ്ങനെയുള്ള ഭക്തന്മാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, ഇല്ലേ? അപ്പം നമ്മളെയും ഒരു ഹിതപരിശോധന നടത്തുമ്പോൾ നമ്മളുടെ വിശ്വാസം എത്രമാത്രം നിലനിൽക്കുന്നു എന്ന് അറിയാം. കേവലം വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് പോലും ആ വിശ്വാസത്തിൽ ചെറിയൊരു ഒരച്ചര് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കത് പറയുമ്പോൾ ശരിയാണോ എന്ന് സംശയം തോന്നും. ഇവിടെ നോക്കൂ, ഉൽപ്പത്തി പുസ്തകം എടുക്കുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രയീമിൽ ചെന്നു പാർപ്പാൻ അവിടേക്ക് പോയി.
അവിടേക്ക് ഒരു കാരണവശാലും പോകരുതായിരുന്നു. എന്നാൽ ഇവിടെ ക്ഷാമം അതികഠിനമായതുകൊണ്ട് എന്ത് ചെയ്തു? മിസ്രയീമിലേക്ക് പോയി. ക്ഷാമത്തിന് പരിഹാരം കാണാൻ കഴിയുന്ന യഹോവ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അത് നമ്മൾ മനസ്സിലാക്കണം. ഏലീശായുടെ കാര്യം ഒന്ന് നോക്കുക. ആകെ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് കാട്ടിൽ നിന്ന് ഇത്തിരി ചുള്ളിയും വെറും ഒക്കെ പറക്കി കൊണ്ടുവന്ന് ആകെ ഒരു നേരത്തിനുള്ള അല്ലെങ്കിൽ ഒരു അട ചൂടാനുള്ള അതേ ഉള്ളൂ. അതുള്ള ആ സ്ത്രീയോട് പറയാണ്, നീ അത് ചുട്ടേച്ച് ഇങ്ങോട്ട് കൊണ്ടാ എന്ന് പറയുമ്പോൾ ആ സ്ത്രീക്ക് കൊടുക്കാതിരിക്കാനും പറ്റില്ല. ഇനി കൊടുത്താൽ ഞാൻ പട്ടിണിയോ ആവും, ഞാൻ ഇത് തിന്ന് മരിക്കാനിരിക്കുകയാണെന്നാണ് പറയണം ആ സ്ത്രീ. തിന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ, മരിക്കും. അപ്പം ഏലീശ പറയുന്നത്, നീ അതിൽ ആദ്യം ഒന്ന് ഇങ്ങോട്ട് എനിക്ക് കൊണ്ടുപോവാ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം കരുതലുള്ളവനാണ്. അത് ചുട്ട് പ്രവാചകന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? പാട്ട് പാടുമ്പോൾ പാടും, കാലത്തിലെ മാവുലേശം കുറയുന്നില്ല പാടുമ്പോൾ. എങ്ങനെയാ കുറയാതെ വന്നത്? ദൈവത്തിന് അസാധ്യമായതൊന്നും തന്നെയില്ല. അവിടെ വിശ്വാസത്തിൽ എവിടെ എന്ത് സംഭവിക്കുന്നു? അപ്പം ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ തുലനം ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഒരു പറച്ചിൽ എങ്ങനെ കേട്ടിട്ടുണ്ട്, എത്രമാത്രം ശരിയോ തെറ്റോ. സാധു കുഞ്ഞു ഉപദേശിക്ക് വീട്ടിൽ കഞ്ഞി വയ്ക്കാനില്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രസംഗിച്ചൊക്കെ നടക്കുകയാണ്. നടക്കുമ്പോൾ ഇന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, അവിടെ ഒന്നും ഉണ്ടാവില്ലെന്നറിയാം. താൻ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ടീം ഒരു ചാക്കരിയും മറ്റുള്ള സാധനമൊക്കെ ആയിട്ട് ആ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തിരിക്കുക. അതിൻ്റെ വസ്തുത എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും സാധാരണ പ്രസംഗികളൊക്കെ ചിലപ്പോൾ ഒരു ഇത് പറയാറുണ്ട്. എന്തായാലും പ്രിയമുള്ളവരെ, ദൈവം കാണുന്നു, ദൈവം അറിയുന്നു. ഈ കാണുകയും അറിയുകയും ചെയ്യുന്ന ദൈവത്തിന് നമ്മളുടെ ഈ കുറവുകൾ അറിയാൻ കഴിയില്ലെങ്കിൽ അയ്യോ ദൈവമാണെന്നും പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുകയും വേണ്ട. നമ്മളങ്ങനെ വിശ്വസിച്ചിട്ട് കാര്യമുണ്ടോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. പലപ്പോഴും നമുക്കറിയാം, ശിഷ്യന്മാർ മരുഭൂമിയിൽ പ്രസംഗിച്ച് പോകുമ്പോൾ ഒരു സമയം അവിടെ ഒന്നുമില്ല, ദിവസം 3 കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ 4 ആയല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇനി ഇവർക്ക് എന്താ തിന്നാൻ കൊടുക്കുക, ആകെ വല്ലാതെ വിഷമപ്പെട്ട് ഇവിടെ ഒന്നുമില്ല, ഇത് മരുഭൂമിയാണല്ലോ ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പോൾ അവിടെ ഒന്നുമില്ല എന്നുള്ളത് ആർക്കറിയാം? അപ്പം അത് ഇവർ തളർന്നു പോയി, എന്തോ ഒരു ഇതാണെന്നറിയാമോ, തളർന്നു പോകും ഇങ്ങനെ ഇരുന്ന. അപ്പോൾ കർത്താവ് എന്തു പറഞ്ഞു? ഒരു ബാലൻ്റെ കയ്യിൽ കുറച്ച് അപ്പവും ഇതൊക്കെ ഉണ്ട്, എന്നാൽ പിന്നെ അതിന് കൊണ്ടുവരാൻ പറ. കൊണ്ടുവന്ന് വാട്ടി നുറുക്കി അങ്ങോട്ട് കൊടുത്തു. എടാ അത് എന്ത് പരിപാടിയത്? കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നവർ 4000 പേര് കുഞ്ഞുങ്ങൾ കൂടാതെ 5000 പേരൊക്കെ ഇരുന്നവർ തീർന്നൊരു ബാക്കി 12 കൊട്ട ഈ സംശയം പ്രകടിപ്പിച്ച പാർട്ടിക്ക് കുറേ കൊട്ടയിരുന്നു. കുറയ്ക്കാനുള്ള അവരെ മുക്കിച്ചോന്ന് ഏറ്റി വീട്ടിൽ കൊണ്ടുപോയി രാമൻ പോലെ ഇരുന്നതിനോട്ടെ. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മളുടെ വിശ്വാസം എങ്ങനെയാണ്. നമ്മളൊന്നിനും ചഞ്ചലപ്പെടാതിരിക്കുക. നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം കാണുന്നവനാണ്. അതിൻ്റെ 1-ാമത്തെ കാര്യം പറയുമ്പോൾ അവിടെ ദാവീദ് പറയുകയാണ് ആ സങ്കീർത്തന ഭാഗത്ത്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. അത് ശൗലിന് ശേഷം
രാജാവായി വാഴിക്കപ്പെട്ടവൻ ഇസ്സായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇസ്സായിയുടെ മക്കള് 8 മക്കളിൽ ഒരുവനായ, അത് ആടുകളെ മേയിച്ചു കൊണ്ട് നടന്ന, അത് ആർക്കും അത്ര മതിപ്പില്ലാത്ത, അത് അവനോട് മറ്റു മക്കളെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഇവനൊരു എന്നതിനും ഒന്നിനും കൊള്ളില്ലാത്തൊരുവനാണല്ലോ എന്ന് അങ്ങനെ ഒരു ഇഷ്യൂവായിട്ട് തള്ളിയിട്ട ഈ പുത്രനെ മാതാപിതാക്കൾ പോലും അങ്ങനെ കണ്ടിരുന്ന ആ കാലത്ത് അവനെയാണ് ആട് വയ്ക്കുന്ന പരിപാടി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അവൻ്റെ പരിപാടിയൊക്കെ ഒരിക്കൽ ആടിനെ പിടിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ വന്ന കക്ഷീനെ പിടിച്ച് ചീന്തിക്കളഞ്ഞ വ്യക്തിയാണ് ആര്? ദാവീദ്. ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ പിടിച്ച് ചീന്താനും പറ്റിയുള്ള ധൈര്യമൊന്നും ആർക്കും ഇല്ല. അത്ര ധൈര്യമൊക്കെ ഉള്ള ആളാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെയുള്ള പല ചരിത്രങ്ങളുമുണ്ട്. ഇവിടെ ആ അഭിഷേകം നടത്തുവാനായിട്ട് യഹോവയുടെ ആലോചന ശമൂവേലിൽ വന്നു കഴിഞ്ഞപ്പോൾ അതെ അവൻ്റെ മക്കളിൽ ആദ്യത്തെ മുതിർന്നവനെ നോക്കി കൊണ്ടുപോയി, ഇവനായിരിക്കും നല്ല അടിയുണ്ട്, നല്ല ഒക്കമുണ്ട്, അത്യാവശ്യത്തിൽ കൊള്ളാവുന്നവനാണ് കൊണ്ടുപോയി. ശമൂവേൽ പറഞ്ഞു അവനല്ല, അടുത്ത ആളെ കൊണ്ടുപോയി. ഇവനുമല്ല, വേറൊരാളെ കൊണ്ടുപോയി. അവനുമല്ല. അങ്ങനെ 7 പേരെയും കൊണ്ടുപോയി. അവരാരുമല്ല. നിനക്ക് ഇനിയുള്ളവനെവിടെ? അപ്പോഴാണ് അവനാണെങ്കിൽ ആട് മേയ്ക്കാൻ പോയേക്കല്ലേ, എന്നാൽ നീ അവനെ കൊണ്ടുവന്നിട്ട് ഇവിടെ അഭിഷേകം നടക്കൂ. തെരഞ്ഞു പിടിച്ച് ദാവീദിനെ പിടിച്ചുകൊണ്ടുവന്ന് അത് നിർത്തി അവനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ശമൂവേലിൻ്റെ പുസ്തകം എടുക്കുമ്പോൾ അതിൻ്റെ 17-ാം അധ്യായത്തിൽ വരുമ്പോൾ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് അതിൻ്റെ 10-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. അവന് ഇശ്ശായി 7 പുത്രന്മാരെ ശമൂവേലിൻ്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശ്ശായിയോട് അത് യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. 8-ാമനായ അത് ഈ ആ വ്യക്തിയുടെ പ്രത്യേകത അവിടെ പറയുകയാണ് ദാവീദിൻ്റെ. എന്നാൽ അവൻ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഉടനെ അവൻ ആളെ അയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുരേന്ദ്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക. അപ്പനും അമ്മയ്ക്കും കൊള്ളാത്തവനാണ് എന്ന് നിങ്ങൾ വിചാരിച്ചു പോയെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അപ്പനും അമ്മയ്ക്കും കൊള്ളില്ലാത്തവരായി തീർന്ന നിങ്ങളെ ഇവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുവാൻ, ദൈവസന്നിധിയിൽ ഇരുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പ്രിയമുള്ളവരെ, ഇവിടെ ഈ പറയുന്ന ദാവീദിനെ അങ്ങനെ അഭിഷേകം ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മളത് തുറന്നൊക്കെ വരുമ്പോൾ രാജസ്ഥാനത്തേക്ക് വരുന്നതൊക്കെ നമുക്ക് അറിയാൻ കഴിയും. ശൗവലാണ് അതിക്ക് മുമ്പ് രാജ്യം വാഴ്ച നടത്തിക്കൊണ്ടിരുന്നതെന്നും അറിയാൻ കഴിയും. അത് നമുക്ക് അവിടെ അതിൻ്റെ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമൂവേലിൻ്റെ ദാവീദിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. യുദ്ധത്തിന് വേണ്ടിയിട്ട് അത് ഒരുങ്ങുന്ന സമയത്ത് ഫെലിസ്ത്യരോട് ഇടയിൽ അവരെ അണിനിരത്തി യുദ്ധത്തിന് ഇറങ്ങുന്ന സമയത്ത് ഫെലിസ്ത്യർ ഇപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും ഇസ്രായേലർ അപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും നിന്നു. അവരുടെ മധ്യേ ഒരു താഴ്വര ഉണ്ടായിരുന്നു. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്തിനായ ഗോലിയാത്ത് ഇപ്പം യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ, യുദ്ധത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് ഇവിടെ കാണുവാൻ കഴിയുന്ന ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴം ഒരു ചാണും എന്ന് പറഞ്ഞാൽ 6 മുഴം പൊക്കം, ഒരു ചാണും നെടുപ്പമുള്ളവൻ എന്ന് പറഞ്ഞാൽ ആയിരുന്നു. അവന് തലയിൽ ഒരു താമര ശിശവും ശിരസ്ത്രം ഉണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ആ ഗോലിയാത്തിൻ്റെ പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. ഗോലിയാത്ത് മല്ലനായ ഗോലിയാത്ത്, 6 അടി ഉയരം. ആ പൊക്കത്തെക്കുറിച്ച് പറയുന്നു. ഒരു മല്ലൻ തന്നെയാണ്,
കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെടും, യവനും ഭയപ്പെടും. അവൻ്റെ അടുത്ത് ജയിക്കുക എന്നുള്ളത് പ്രയാസമാണ്. എന്നാൽ ഒരു കാര്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾ ഉറങ്ങും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പഴയ ചരിത്രമാണ്. ഈ ചരിത്രം കേൾക്കാനൊന്നും ആർക്കും നേരമില്ല. ഈ ചരിത്രം കേട്ടിട്ട് കാര്യമില്ല. ഉറങ്ങിയ ഇച്ചിരി ശരീരത്തിൻ്റെ നിങ്ങളുടെ ജഡത്തിലുള്ള ആ വലിയ പോരായ്മ, ഈ വീഴ്ച തന്നെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവിനെ കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞതൊന്നും ശരിയല്ലാതെ വരില്ല. ഇവിടെ ആ വിശ്വാസം നമ്മളുടെ പോകുന്നത് എവിടെയാണ്? ഇതെന്താണ് ഈ മനുഷ്യൻ പറയാൻ പോകുന്നത്? ഈ അധ്യാപകൻ എന്താണ് പറയാൻ പോകുന്നത്? അല്ലെങ്കിൽ ഈ ഉപദേശി എന്താണ് പറയാൻ പോകുന്നത്? അത് ഈ മൂപ്പൻ എന്താണ് പറയാൻ പോകുന്നത്? അത് കേൾക്കുവാനുള്ള സന്മനസ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുകയാണ്. എനിക്ക് ഈ പറയുന്ന യഹോവയെക്കുറിച്ചൊന്നും കേൾക്കേണ്ട. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങളുടെ ജഡം അതിന് അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് ഒന്ന് മാത്രം മതി. ദൈവം എന്ത് ചെയ്താലും കുഴപ്പമില്ല, ദൈവം എന്ത് കാണിച്ചാലും കുഴപ്പമില്ല. എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടണം. ഈ ദൈവം വലിയവനാണെങ്കിൽ എനിക്ക് ഇന്ന കുറവുണ്ട്, എനിക്കത് നടത്തി കിട്ടിയാൽ മതി. അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കേട്ടോ. ഉറങ്ങുന്നവരെ ഉറക്കം ഉണർന്ന് ഒന്ന് ശ്രദ്ധിക്കൂ. അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. വേറെ ഒന്നുമല്ല, നിങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ക്ഷീണമുണ്ടെങ്കിൽ ഉറങ്ങും, അതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ അത് തിരുവചനത്തിൻ്റെ മുമ്പിൽ അതിനെപ്പറ്റി പറയണത് അങ്ങനെയുള്ളൊരു ശപിക്കപ്പെട്ടവൻ. ഇപ്പം നിങ്ങൾ ശപിക്കപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കിട്ടാൻ കൊടുത്തും കൊണ്ട് ഞാൻ മുമ്പേ ഓടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇത്തിരി നേരത്തെ പോകണം, അല്ലാതെ ബസ് കിട്ടൂല. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ആ നമ്മുടെ ആ ഇരിപ്പും ഉറക്കത്തിൻ്റെതായ ആ അവസ്ഥയും കാണുമ്പോൾ ഇത് പറയണമെന്ന് തന്നെ ഉപദേശിക്ക് തോന്നിപ്പോവുക. എന്താ ശരി, ഏതായാലും ഞാൻ പറഞ്ഞു വരട്ടെ. ആ തോട്ടിൽ നിന്ന് 5 കല്ലെടുത്തു, ഒരു കവണിയുണ്ട്. ഈ ഇതും വെച്ചുകൊണ്ട് ഈ മള്ളനായ ഗോലിയാത്തിൻ്റെ നേരെ ഞെട്ടിയിലേക്ക് ഈ കവണിയിൽ നിന്ന് കല്ലെറിയുമ്പോൾ ആ ഞെറ്റിയിൽ കൊണ്ട് പിടഞ്ഞു വീഴുന്ന ഗോലിയാത്തിനെ പോയി കഴുത്തറുക്കുവാൻ തക്കവണ്ണം അത് ഉറപ്പും ധൈര്യവും ഉണ്ട് ആ ദാവീദിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ദാവീദിനെ പ്രസംഗിക്കാനല്ല, അല്ലെങ്കിൽ ദാവീദിനെ ഉള്ള സംഭവം അങ്ങ് പറയുകയാണ്. ദാവീദിനെ പ്രസംഗിക്കലല്ല മിക്കവാറും എൻ്റെ പ്രസംഗം വരാറ്. ഞാൻ ഇന്ന് പറഞ്ഞെടുത്ത ഭാഗമായതുകൊണ്ട് അത് പറയുന്നു എന്ന് മാത്രം. പ്രിയമുള്ളവരെ, നോക്കൂ, എന്നിട്ട് എന്താ ചെയ്തത്? ഗോലിയാത്തിൻ്റെ നേർക്ക് കവണിയൊന്ന് തൊടുത്തു വിട്ടതോടുകൂടി ഗോലിയാത്ത് പോലൊന്നുമില്ല. അപ്പം ഇത്രയും വലിയ കാര്യം നടത്താൻ ഈ ദാവീദാര ദാവീദിൻ്റെ ചരിത്രം മുമ്പ് നമ്മൾ ഓർപ്പിച്ചല്ലോ. ആ ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതുന്നത്. ദാവീദാര, ദാവീദിൻ്റെ കൂടെ ആരുണ്ട്? ശക്തനായ ദൈവമുണ്ട്. ഈ ഭൂലോകം സൃഷ്ടിച്ച ദൈവമുണ്ട്. ആ ദൈവം ഉണ്ടെന്നല്ല, ആ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസമാണ് ഇതൊക്കെ ചെയ്യുവാനുള്ള കരുത്തും പ്രാപ്തിയും അവിടെ കൊടുത്തത്. അല്ലാതെ ആ വ്യക്തിക്ക് ഒന്നും വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ആ കരുത്ത് കിട്ടണമെങ്കിൽ, ആ വിശ്വാസം നമ്മൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആ വിശ്വാസത്തിൽ തന്നെ ഉറയ്ക്കണം, നിലനിൽക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈ പഴയ നിയമ ചരിത്രം പഠിക്കുമ്പോൾ യെരിഹോ ഒറ്റ നോക്കുവാൻ കുറച്ച് പാർട്ടികളെ അയച്ചു. അവിടുത്തെ രീതിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആകെ ഇത് നമുക്ക് പിടിച്ചെടുക്കാൻ ഇത്ര വിചാരിക്കണ രീതിയിലല്ല. അവിടെയുള്ളവരൊക്കെ ഗംഭീരമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ പിടിച്ചെടുക്കാൻ പറ്റുമോ, അവിടെ കയറി പിടിക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ യോശുവയുടെ കാലത്തത് പിടിക്കുവാനായിട്ട് പിന്നീട് ചെന്നപ്പോൾ അവിടെ സഹായിയായി നിന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അവരുടെ തൊഴിൽ അല്ലെങ്കിൽ അവരുടെ ആ ജീവിതം തന്നെ വളരെ മോശപ്പെട്ടതായിരുന്നുവെങ്കിലും ഇന്ന് പലപ്പോഴും അങ്ങനെയുള്ളവരൊക്കെ അറച്ചും അല്ലെങ്കിൽ മാറി നിർത്തുകയോ അല്ലെങ്കിൽ മാറ്റിക്കാണുകയോ ചെയ്യുന്ന നമ്മളെപ്പോലെയുള്ളവർ ചിന്തിച്ചു നോക്കും. അങ്ങനെ ഒരവസ്ഥയിലായിരുന്ന ഒരു സ്ത്രീക്ക് വിശ്വാസമുണ്ടായിരുന്നു. ആ യെരിഹോ, അതെ, അവിടെ നമ്മൾ കാണുന്നത് ഈ സ്ത്രീ ഈ ഒറ്റുകാരെ സഹായിച്ചു എന്നുള്ളതാണ്. ഇത് അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കും. ആ പട്ടണം പിടിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ആ ചെയ്തു കൊടുത്തതിൻ്റെ നന്ദി സൂചകമായി അവളെയും അവളുടെ കുഞ്ഞുങ്ങളെയും അവരുടെ ബന്ധുവകയായിട്ടുള്ള ആരൊക്കെ ഉണ്ട് അവരെല്ലാം രക്ഷിച്ചു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ അത് മനസ്സിലാവും. അവരെയൊക്കെ രക്ഷിച്ചു, പിടിച്ചെടുത്തു,
അതിൻ്റെ ഉള്ളിൽ കയറിപ്പറ്റാൻ സാധിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. വിശ്വാസം അതിൻ്റെ അടിസ്ഥാനപരമായ ഒന്നാണ്. വെള്ളത്തിൽ പോയി ചാടിയതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. മിക്കവാറും ഇവിടെ ഞാനത് ഖേദത്തോടെ പറയട്ടെ, ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ് എന്ത്? സ്നാനവും വിശ്വാസവും. ഇത് പലപ്പോഴും നമ്മൾ ഒന്നാമത് അതിന് മതിപ്പ് കൊടുക്കേണ്ടതായ കാര്യത്തിൽ ആ ഒന്നാമത് തന്നെ കൊടുക്കണം. വിശ്വാസത്തിൽ ഒരാൾ ഉറയ്ക്കുന്നില്ലെങ്കിൽ, വിശ്വാസത്തിൽ ഒരാൾ സ്ഥിരമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ സ്നാനത്തിൻ്റെ ആവശ്യമില്ല. വെറുതെ കൊണ്ടുവന്ന് വെള്ളത്തിൽ മുക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആത്യന്തികമായിട്ട് വേണ്ടത് ഒരു മനുഷ്യന് ദൈവത്തിലുള്ള വിശ്വാസമാണ്, അല്ലെങ്കിൽ ദൈവപുത്രനിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസമില്ലാതെ എന്തൊക്കെ ചെയ്തോ, എന്തുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഈ പൗരോഹിത്യ സഭകൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കുമ്പോൾ തളിക്കുമ്പോഴൊക്കെ അത് ശരിയല്ല എന്ന് നമ്മൾ പറയാൻ കാരണം എന്താ? അതൊന്നും വിശ്വസിക്കാനുള്ള പ്രായമായിട്ടുള്ള നന്മതിന്മകൾ വേർതിരിക്കും വരെ അത് കാണുവാനോ അറിയുവാനുള്ള കഴിവ് കുഞ്ഞിന് ആയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പിന്നെ എന്തിനാ ഇതിങ്ങനെ? അപ്പോൾ അവർ വിശ്വസിക്കട്ടെ. അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തായാലും എങ്ങനെയായാലും പറഞ്ഞു കൊടുക്കാതെ ഒന്നും അറിയില്ലല്ലോ. അവർ വിശ്വാസം വരട്ടെ, വിശ്വസിച്ചിട്ട് ഈ കാര്യം ചെയ്യാം. പ്രിയമുള്ളവരെ, ഞാൻ ഇതിലേക്ക് ഇനി കിടക്കുന്നില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ഒന്നാമതായിട്ട് ദാവീദിന് ശക്തമായ വിശ്വാസമുണ്ടായിരുന്നു. ആ ശക്തമായ വിശ്വാസം നമ്മൾക്കുണ്ടോ? നമ്മൾ ആ വിശ്വാസം ഉറപ്പായിട്ട് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പത്രോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ കാണാം, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവൻ്റെയാണ് സൽഗുണം ഘോഷിപ്പാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇരുളുണ്ടെങ്കിൽ എന്തുണ്ട്? ഇരുളുള്ളിടത്ത് വിശ്വാസമില്ല. ഇരുളുള്ളിടത്ത് വെളിച്ചത്തിന് കടന്നു വരാൻ ഇടയില്ലെങ്കിൽ ഒന്നും സാധ്യമല്ല. ഇവിടെ നോക്കൂ, അതായത് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്നുള്ള ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് ദാവീദിന് ആ ഒരു തികഞ്ഞ വിശ്വാസമുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, അപ്പോൾ ആ ഇരുള് മാറണമെങ്കിൽ, ആ ഭയം മാറണമെങ്കിൽ എന്ത് വേണം? വെളിച്ചം കയറി വേണം. ഞാൻ ജീവൻ്റെ വെളിച്ചമാകുന്നു. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നു. ഇല്ലാത്തടത്തോളം കാലം അത് കഴിയില്ല. വീണ്ടും രണ്ടാമതായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവസന്നിധിയിൽ വസിപ്പാനായിട്ടുള്ള ആഗ്രഹമാണ് ദാവീദിനുണ്ടായിരുന്നത്. ദൈവസന്നിധിയിൽ വസിപ്പാനുള്ള ആഗ്രഹം പൊതുവെ ആളുകൾക്ക് ഉണ്ടാകുക ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ലൂക്കോസിൻ്റെ പുസ്തകം എടുക്കുമ്പോൾ അതിൻ്റെ അവസാനം ഭാഗത്ത് പറയുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത് എന്ന് നോക്കാം. അവിടെ പറയുന്ന 24-ാം അധ്യായത്തിൽ അവസാന ഭാഗം വരുമ്പോൾ, അത് അനന്തരം അവൻ അവരെ ബേഥേനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുകയുള്ളവൻ അവരെ വിട്ടു പിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. കർത്താവിൻ്റെ ആരോഹണ സമയം വിട്ടുപിരിയുന്ന സന്ദർഭമാണ്. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞു, എല്ലായ്പ്പോഴും ദൈവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോകും. ആ ദൈവാലയത്തിൽ ഇരുന്ന് വാഴ്ത്തിപ്പോരുക, മഹത്വപ്പെടുത്തുക. നമുക്കറിയാം, ഇവിടെ ആലയത്തിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 23-ാം സങ്കീർത്തനം എടുക്കുമ്പോഴും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പറയുന്നത് എന്താണ്? നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മളറിയുക, നമ്മൾ മനസ്സിലാക്കുക, ആ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്നാണ് പറയുന്നത്. അതായത് വിട്ടുപോവുകയില്ല. പലപ്പോഴും അത് വിട്ടുപോകാൻ ഇടവരികയില്ല എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ആ ആലയത്തിൽ വസിക്കുന്നത് വളരെ മനോഹരവും സന്തോഷവുമാണ്. ഇവ ഈ വഴിയിലേക്ക് കയറി വരുമ്പോഴേ ആ ഗേറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്.
അതിപ്പോൾ ഇവർ പറഞ്ഞ സന്തോഷമൊന്നുമല്ല. ഇത്തിരി ഏശിയൊക്കെ ഇട്ടിട്ട് ചൂടിനോട് ചൂട് എടുത്ത് വരുന്ന സമയത്ത് ഇത്തിരി തണുപ്പൊക്കെ കൊള്ളുമ്പോൾ ഒരു സന്തോഷം. അതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ പള്ളിയിൽ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വേണം, എന്ത് ഇതൊരു ഹോളാണ്, ഈ ഹോളൊന്നുമല്ല, അതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. എങ്കിലും നമ്മളെല്ലാ ആഴ്ചയും വന്ന് കൂടിപ്പോകുന്ന ഒരു ഇടത്തേക്ക് കടക്കുമ്പോൾ അവിടെ ദൈവസാന്നിധ്യമുണ്ട് എന്നുള്ളത് ആ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോഴും പറയാം, ദൈവസാന്നിധ്യമുണ്ട്. ആൾ പറഞ്ഞെന്ന് വെച്ചാൽ കുഴപ്പമില്ല, പറഞ്ഞേ തീരും, പറഞ്ഞേ പോകും, വിഷമം വിചാരിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഇവിടെ ആ ദൈവസന്നിധിയിൽ വസിപ്പാനായിട്ടുള്ള ആഗ്രഹം ദാവീദിനുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മളെങ്ങനെയാണെന്ന് ഒന്ന് ചിന്തിക്കുന്നത് ഈ രീതിയിലൊക്കെ നല്ലതാണ്. മൂന്നാമതായിട്ട് ദൈവം സൂക്ഷിക്കുമെന്നുള്ള ദാവീദിൻ്റെ ഉറപ്പാണ്. ദൈവം സൂക്ഷിക്കും. എന്താണ് ദൈവം സൂക്ഷിക്കും? 5-ാം വാക്യം പറയുകയാണ്, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. 2 കാര്യം പറയണേ. ആദ്യം പറഞ്ഞ കാര്യം ഞാൻ പറയട്ടെ. അപ്പോൾ അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. നിങ്ങൾക്കുണ്ടാവും. ദാവീദ് പറയണ ഈ കാര്യമല്ല, നിങ്ങൾക്കുണ്ടാവും അനുഭവം. നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും. ഇച്ചിരി തിരിച്ചറിവായ എല്ലാവർക്കും ഉണ്ടാവും. ഈ അനുഭവങ്ങൾ ഏതെങ്കിലും കടന്നു പോകാതിരിക്കില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സങ്കടാവസ്ഥയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അപകടം വരാൻ നേരത്ത്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരാൻ വരുന്നു എന്ന് തോന്നുമ്പോൾ അത് നിങ്ങൾ ആ അപകടത്തിൽ നിന്ന് അത് ഒഴിച്ച് മാറ്റി നിർത്തുന്നത് എൻ്റെ ദൈവമാണ്. എനിക്കിനി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ആണോ അല്ല, നിങ്ങൾക്ക് തീരുമാനിക്കണം. അപകടങ്ങളൊക്കെ എവിടെയൊക്കെ വരണം? നിങ്ങളുടെ ദേശത്ത്, നീ ആയിരിക്കുന്നിടത്ത് ഒരു സുനാമി വരാതിരുന്നത് അത് ദൈവം നമ്മളെ കാക്കുന്നത് കൊണ്ടാണ്. ഇവിടെ എന്തോ ഒരു കൊട്ടിവടി ചട്ടിവടി കുറേ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ജില്ലയിൽ അവിടെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം അതിന് വേണ്ടിയിട്ട് തല്ലുപാടിയും കാശ് കിട്ടിയില്ല, കേസ് കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് വിശ്വസ്തരായ ഭരണാധികാരികളുണ്ടെങ്കിലല്ലേ ഇത് നടക്കണേ. ഇതൊന്നും പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പം അവിടെ കിട്ടിയില്ല, ഇവിടെ കിട്ടിയില്ല, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഓരോണി അടിയും ചാനലെടുത്ത് ഒരിച്ചു നേരം വാർത്ത നോക്കി കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. എന്താ കാരണം? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് താൻ നിൽക്കുന്ന, തന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് താൻ വിശ്വസ്തനല്ല, ദൈവത്തിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരുമാണ്. പിന്നെ എന്ത് ചെയ്യും? ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരുടെ അടുത്ത് പിന്നെ വലിയ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ വിശ്വാസം അതിനെ പിന്തുടരുന്ന അനേക സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അത് ദൈവം സൂക്ഷിക്കുമെന്ന് ദാവീദ് ഉറച്ചു വിശ്വസിക്കുകയാണ്. ദൈവം എന്നെ കരുതുമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മളെയൊക്കെ ഒരനർത്ഥത്തിനും പെടാതെ ഇപ്പോഴും ആരോഗ്യത്തോടെ നിലനിർത്തിയിരിക്കുന്ന സാക്ഷാൽ ഈ ദൈവമാണെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അയ്യോ കഷ്ടമെന്ന് അവിടെ പറഞ്ഞല്ലോ. നാശം, കഷ്ടം എന്ന് വെച്ചാൽ നാശം. നമ്മൾ മനസ്സിലാക്കുക, നമ്മളെക്കാൾ മുമ്പറിയുന്ന കാര്യങ്ങൾ അറിയുന്ന ദൈവമാണ്. മറയത്തൊളിപ്പാനൊന്നും കഴിയില്ല നമുക്ക്, അതൊക്കെ കണ്ടുപിടിക്കും. ഇരുതരം മൂർച്ചയുള്ള വചനമാണ്. അതെവിടെയും തുളച്ചു ചെല്ലും. അതെല്ലാ സന്ധ്യോചകളെയൊക്കെ കടന്ന് എല്ലാം വിടുവിക്കും വരെ എല്ലാ സ്കാനിങ് അവിടെ നടക്കും. അപ്പോൾ പിന്നെ നമുക്കറിയാത്തത് ആ ദൈവത്തിനുണ്ട്. അതാണ് അതിന് മുമ്പേ നമ്മൾ ചിന്തിക്കണേക്ക് മുമ്പേ ദൈവം ചിന്തിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് നമ്മൾ വിശ്വസിക്കുക. 91-ാം സങ്കീർത്തനം വായിക്കുന്നുണ്ടല്ലോ. പേടിക്കാതെ കിടക്കാനായാലും ഒന്നും വായിക്കുമല്ലോ ചിലർ. ചിലർ വായിക്കുന്നത് പേടിക്കാതെ കിടക്കാൻ, ചിലർ വായിക്കുന്നത് മരിച്ചവർ കേൾക്കട്ടെ എന്ന് വെച്ചു. ശോ, കഷ്ടം. അവിടെയും ഒരു നോക്കുക, മരിച്ചവരെ ഞാനത് ഇനി അങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയല്ല എങ്കിലും പൗരോഹിത്യ സഭയിലൊക്കെ മിക്കവാറും ഈ മരിച്ചു കിടക്കുമ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു 91-ാം സങ്കീർത്തനം വായിക്കും. അത് മരിച്ചവർക്ക് വായിക്കണത്. അവർ മരിച്ച ആൾക്ക് വല്ല പേടിയോ ഭയമോ ഉണ്ടോ? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഭയക്കാതിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഭയക്കാതിരിക്കേണ്ടയും കാര്യമില്ല.
കാരണം ആൾ ഇവിടുന്ന് പോയി. എന്നിട്ട് വായന മുഴുവൻ അവിടെ. പ്രിയമുള്ളവരെ, നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അക്കമിട്ട് വരയിട്ട് പറയുകയാണ് അവിടെ സങ്കീർത്തനക്കാരൻ വർണ്ണിക്കുന്നത് അതാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കുവാനുള്ള കഴിവില്ല. എന്നിട്ട് വരച്ചു കഴിയുമ്പോൾ ഒരു വായനയും വായിച്ച് ഒരു 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 ഇതും വെച്ച് പോയാൽ ആ പുള്ളി അങ്ങോട്ട് എത്തുന്ന എവിടെ എവിടെയാണെന്നിപ്പോൾ എനിക്ക് പറയാൻ ആരൊക്കെ എവിടെയൊക്കെ. എന്തായാലും പ്രിയമുള്ളവരെ നോക്കാം, മൂന്നാമതായി ദൈവം സൂക്ഷിക്കും എന്ന് ദാവീദ് വിശ്വസിച്ചു എന്നുള്ളതാണ്. നമുക്ക് പഴയ നിയമത്തിൽ ഒരു കാര്യം ഓർപ്പിക്കാം. സൂക്ഷിപ്പിനെ സംബന്ധിച്ച് ഒറ്റ ചുരുക്കത്തിൽ പറയട്ടെ. യോശുവ 6 സങ്കേത നഗരങ്ങൾ ഏർപ്പെടുത്തി. ഒരുവൻ അബദ്ധവശാൽ അവിടെ തുറന്ന് വായിക്കുമ്പോൾ നമുക്ക് 6-ാം ഇതിൽ അറിയും. ഒരുവൻ അബദ്ധവശാൽ 20-ാം അധ്യായത്തിലാണ് യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം. ഒരുവൻ അബദ്ധവശാൽ ഒരുവനെ കൊന്നുപോയാൽ എന്താണ്? അവൻ കൊലക്കുറ്റക്കാരനാണ്, അവൻ പാവിയാണ്. അപ്പം എന്തു ചെയ്യും? ഈ സങ്കേത നഗരങ്ങളിലേക്ക് അവൻ ഓടി, മറ്റാർക്കും പിടികൊടുക്കാതെ ഓടി അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ അവനെ തൊടാൻ കഴിയില്ല. പണ്ടൊക്കെ ബസ്സിൽ ഒരു അപകടമുണ്ടായി. എല്ലാവരും കൂടി ആ ഡ്രൈവറെ തല്ലിക്കൊല്ലാൻ നോക്കണേക്കുമ്പോൾ ആ ഡ്രൈവർ ഓടി പോലീസ് സ്റ്റേഷനിൽ കയറി അവനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇതാണ് അവസ്ഥ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സംരക്ഷണം കൊടുക്കേണ്ടത് പോലീസാണ്. അവൻ ചെയ്ത കുറ്റത്തിന് വിധിക്കുകയോ ഒക്കെ ചെയ്യുമെങ്കിലും നാട്ടുകാരുടെ ഇത് നല്ലുകൊണ്ട് ആവാണ്ട് രക്ഷപ്പെടും. അതുപോലെ ഇതെന്നല്ല പറയണേ. അപ്പോൾ ഒരു കൊല ചെയ്താൽ രക്തപ്രതികാരകൻ പിടിക്കാതിരിക്കേണ്ടതിന് ഓടിക്കോളുക. ഈ 6 സങ്കേത നഗരത്തിൽ ഏതെങ്കിലും കയറി ചെന്നാൽ പിന്നെ അവൻ സുരക്ഷിതമാണ്. അവനെ തൊടാൻ കഴിയില്ല, അവനെ പിടിക്കാൻ കഴിയില്ല, അവരെ സംരക്ഷിക്കുക. പ്രിയമുള്ളവരെ, അവിടെ ജീവിതകാലം വരെ കിടക്കുകയാണെങ്കിലും അവനെ സംരക്ഷിക്കും. ഇനി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണെങ്കിലും രക്തപ്രതികാരകൻ അവൻ്റെ ആ വരവും അല്ലെങ്കിൽ അവൻ പൂർണ്ണമായി അവിടെ നിന്ന് മാറിപ്പോയി മരിച്ചുപോയിന്നോ അറിവ് കിട്ടിയാലേ അവന് പുറത്തു വരാം. കുഴപ്പമില്ല, ഇനി പ്രശ്നമില്ല എന്ന് തോന്നിയാൽ നോക്കൂ. അത്രത്തോളം ദൈവം ഒരു മനുഷ്യനെ കാക്കുന്നുവെങ്കിൽ, കരുതുന്നുവെങ്കിൽ നമ്മെ കരുതുവാൻ എന്താണ് കുറവിരിക്കുന്നത്? നമ്മളുടെ കാര്യങ്ങൾ അറിയാതെ വരുന്ന ദൈവമാണോ? അല്ല. നമ്മളെ സൂക്ഷിക്കുമെന്നുള്ള ഉറപ്പ് നമുക്ക് വേണ്ടത് ദൈവത്തിനാണ്. മറ്റാരിലും ഉറക്കാൻ പറ്റില്ല. കെട്ടിയോളിൽ വിശ്വസിക്കാൻ പറ്റില്ല, ഭാര്യയല്ലേ, അതാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ വിശ്വസിക്കാൻ പറ്റില്ല. ഈ മക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ മക്കളിൽ വിശ്വസിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്കിത് പറയുമ്പോൾ തമാശ പോലെ തോന്നും. ഇനി മക്കളാണെങ്കിൽ അവരിലും വിശ്വസിക്കാൻ പറ്റില്ല, ആ മക്കളാണെങ്കിൽ അത്രയും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ആരെല്ലാം വിശ്വസിക്കുന്നത്? കൂട്ടുകാരനിൽ വിശ്വസിക്കുക പോലും ചെയ്യരുന്ന ബൈബിൾ പറഞ്ഞു. കൂട്ടുകാരനെ വിശ്വസിക്കുക പോലും ചെയ്യുന്ന ബൈബിൾ പഠിച്ച് വരുമ്പോൾ അങ്ങനെ പറയണം എന്ന് വെച്ചപ്പോൾ അങ്ങനെയാണോ? അല്ല. അപ്പോൾ കൂട്ടുകാരനെ വിശ്വസിക്കാൻ പറ്റില്ല, നാട്ടുകാരിൽ വിശ്വസിക്കാൻ പറ്റില്ല, അയൽക്കാരിൽ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ആരിലാണ് വിശ്വസിക്കാൻ പറ്റുന്നത്? നമുക്ക് വിശ്വസിക്കാൻ, നമ്മളുടെ വിശ്വാസം നിലനിർത്തുവാനും യഹോവയിൽ മാത്രമാണ്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ ഒരിക്കലും തള്ളിക്കളയില്ല. നമ്മൾ ലോകപ്രകാരം ആരിൽ വിശ്വസിച്ചാലും ഏതെങ്കിലും ഒരു സന്ദർഭം നമ്മൾ തള്ളിക്കളയും. അതായത് ഇപ്പം പെറ്റ കുഞ്ഞ് അത് പറയുന്നത് വചനപ്രകാരം പറയുന്നത് അങ്ങനെയാണ്. പെറ്റ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പെറ്റ കുഞ്ഞിനെ സാധാരണ ഒരു നല്ല തള്ളിക്കളയോ സാധാരണ രീതിയിൽ സംഭവിക്കില്ല, എന്നാൽ സംഭവിക്കാം. അങ്ങനെ വന്നാലും ഞാൻ നിന്നെ തള്ളിക്കളയില്ല എന്ന്. ഇവിടെ നോക്കൂ, നമ്മൾ അടുത്ത ഒരു പോയിന്റിലേക്ക് വന്ന് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ വായിച്ചു കൊടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ. ഒന്നാമത്, അനർത്ഥ ദിവസത്തിൽ അവന് തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും എന്ന് വെച്ച് പറയുക, പാറമേൽ എന്നെ ഉയർത്തും. നമ്മളെ എല്ലാവരെയും ഉയർത്തുന്ന ഒരു ദൈവമാണ്.
നമ്മളെ സങ്കടത്തിൽ നിന്നും, നമ്മുടെ ബുദ്ധിമുട്ടിൽ നിന്നും, നമ്മളുടെ പ്രയാസങ്ങളിൽ നിന്നും, നമ്മളുടെ കഷ്ടതകളിൽ നിന്നും ഒക്കെ മാറ്റി അതിൽ നിന്നൊക്കെ ഒരു മോചനം നൽകി നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമാണ്. ദാവീദ് ഇത് വിശ്വസിച്ചു. നമ്മൾ വിശ്വസിക്കണ്ടോ നമ്മളെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ? നമ്മളങ്ങനെ നമ്മളെ ഉയർത്താതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ തന്നെത്താൻ ഉയർത്തുന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ആ ഉയർന്നു കാണാൻ നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കൾ ഉയർന്നു കാണാൻ ആഗ്രഹിക്കാതിരിക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ മാക്സിമം നല്ല ഉയരത്തിൽ തന്നെ എത്തണമെന്നാണ്. ഇവിടെ ദാവീദ് പറയുകയാണ്, അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ പാറമേൽ എന്നെ ഉയർത്തും. ഉയർത്തുക, ഒരു മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരാൻ ആവർത്തന പുസ്തകത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. പത്രോസിനെ സംബന്ധിച്ച് നമുക്കറിയാം, കർത്താവ് അവനെ ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ എല്ലാ രീതിയിലും അത് ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ആ ഉയർത്തുക, നമ്മൾ മറ്റുള്ളവരെ ഉയർത്തി കാണിച്ചിട്ടോ നമ്മളെ ഉയർത്തി കാണിച്ചിട്ടോ കാര്യമില്ല. നമ്മൾ ആ സ്ഥാനത്തേക്ക് ഉയരാൻ നമ്മൾ വിചാരിച്ചാലും നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ നമ്മളുടെ വിശ്വാസം അതിനെ മേൽഗതി വരുത്തും, ഉയർത്തിക്കൊണ്ടുവരുവാനിടയായിപ്പോയി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ പാട്ടുകാരൻ പാടുന്നത് ഇങ്ങനെ: ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാടും വൻകീരി, ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാടും വൻകീരി, നിൻ സഹായം എൻ സഹായം ഇവിടെ ദാവീദ് അവസരമായിട്ട് പറയുന്ന ഒരു വാക്കും കൂടി ഞാൻ പറയട്ടെ. അതിൻ്റെ 27-ാം വാക്യത്തിൽ പറയുന്നത്, എൻ്റെ മുഖം അന്വേഷിപ്പേൻ എന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും ഒരു പ്രശ്നമേ വരില്ല. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ലജ്ജിക്കാനായിട്ട് കൈവിടാത്ത ഒരു മുഖത്തേക്കാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ലജ്ജിക്കാൻ കഴിയാത്ത ഒരു മുഖമാണ്. നമ്മളെ ലജ്ജിപ്പിക്കാൻ കൈവിടാത്ത ഒരു ദൈവമാണ്. നമ്മെ എല്ലാ കാലവും വഴി നടത്തുന്ന ഒരു ഇടയനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ നമ്മൾ 23-ാം സങ്കീർത്തനം അത് ഒപ്പിയെടുക്കാവുന്നതാണ്. എന്നെ നടത്തുന്ന വിധങ്ങൾ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കുരുകൾ താഴ്വരയിലൂടെ കടന്നുപോയാൽ ഞാൻ നിന്നെ കൈവിടുകയില്ല. നോക്കുക, ആ സങ്കീർത്തനം തന്നെ വളരെ പ്രസക്തമായിട്ട് ദാവീദ് എഴുതപ്പെട്ടിരിക്കുക ഇവിടെ. അപ്പോൾ നമുക്ക് നോക്കുക, ആ ദൈവമുഖം അന്വേഷിപ്പാൻ നമ്മൾക്കിടയായിത്തീരണം. പലപ്പോഴും നമുക്ക് ഉണരുമ്പോൾ ദൈവമുഖം അന്വേഷിക്കും. നമ്മൾ വേറെ വല്ല കാര്യങ്ങൾ, എന്തെങ്കിലും പരിപാടികൾ അന്നത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്ല കറികളുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിക്കും. പ്രിയമുള്ളവരെ, ദൈവമുഖത്തേക്ക് തിരിയുവാൻ എൻ്റെ മുഖം അന്വേഷിപ്പിനെന്ന് പറഞ്ഞ് ആയിട്ട് പറയുകയാണ്, യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. എന്നിട്ട് പറയുന്നതാണ്, നിൻ്റെ മുഖം എനിക്ക് മറക്കരുതേ എന്നും കൂടി എൻ്റെ താഴ്വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്. 10-ാം വാക്യത്തിൽ വരുമ്പോൾ ആ ആദ്യ അവസ്ഥയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാ പറയണത്? അവിടെ പറഞ്ഞത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. എങ്കിലും എന്താണ് അവിടെ? ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ പറയണതിൻ്റെ കാര്യം തന്നെ അത്രമാത്രമേ ദാവീദിനെ കുറിച്ച് കണ്ടിരുന്നുള്ളൂ എന്നാണ്. ഇവിടെ നമ്മൾ അവസാനമായി ഒരു ഭാഗം നമ്മൾ ചിന്തിക്കാം. ദാവീദ് ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ട് ദൈവം തുണയായി നിന്നു. എപ്പോഴും അന്വേഷിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകട്ടെ. എപ്പോഴും പിന്തുടരുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകട്ടെ. പലപ്പോഴും നമുക്ക് ആ പിന്തുടരുന്നതിൽ എവിടെയെങ്കിലും വീഴ്ച വന്നാൽ പോയി വീഴുന്നത് അങ്ങനെയാണ്. നമ്മൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ദൈവത്തെ
അത് ആ പിൻപറ്റുന്ന അവസ്ഥയിൽ മാറ്റം വരുമ്പോൾ നമ്മൾ വീഴുകയാണ്. നമ്മൾക്ക് വീഴ്ച സംഭവിക്കുന്ന അങ്ങനെയാണ്. ആ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ ഒരു വീഴ്ചയും സംഭവിക്കുകയില്ല. ഇവിടെ ദാവീദ് അത് എടുത്തു പറയുകയാണ്. അതായത് പലപ്പോഴും നമ്മളുടെ കുറവുകളിലേക്ക് തന്നെ നോക്കാം. കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, അതായത് ജഡത്തിൻ്റെയും ആത്മാവിലെയും സകല കന്മക്ഷവും നീക്കി നന്മയെ എന്ത് ചെയ്യുക? നമ്മെ തന്നെ വിശദീകരിക്കാമെന്നാണ്. നമ്മെ തന്നെ വെടുപ്പായി വിശദീകരിക്കാം. നമ്മളെ ഒരു വിശദീകരണം നമ്മളിൽ ഉണ്ടാകട്ടെ. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകട്ടെ. ദൈവം എല്ലാം നമുക്ക് നൽകും എന്നുള്ള ഒരു വിശ്വാസം നമ്മൾക്കുണ്ടാകട്ടെ. ദൈവം സകലത്തിന്മേൽ വിടുവിക്കുമെന്നുള്ള ആ വിശ്വാസം നമ്മളിലുണ്ടാകട്ടെ. ഏത് അപകട മേഖലയിലും ദൈവം നമ്മളെ കാക്കുന്നു എന്നുള്ള ആ വിശ്വാസം നമ്മളിലുണ്ടാകട്ടെ. നമ്മളിലുള്ള വിശ്വാസത്തിന് ഒരു കുറവും വരാൻ പാടില്ല. കുറയും തോറും വിശ്വാസത്തിൻ്റെ അളവ് കുറയും തോറും നമ്മൾക്കുണ്ടാകുന്ന നാശത്തിൻ്റെ തുടക്കം ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ വിശ്വാസം നിലനിർത്താൻ നമുക്ക് ഏവർക്കും ഇടയായിത്തീരണം. ഇവിടെ ഞാൻ വായിച്ച വേദഭാഗം ഒന്നുകൂടി വായിക്കട്ടെ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയുടെ നന്മ കാണുമെന്ന്, ദൈവത്തിൻ്റെ നന്മ നമ്മൾക്ക് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കാതിരുന്നാൽ നാശമാണ്. നമ്മൾ വിശ്വസിക്കണം. നമ്മൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് നമ്മൾക്ക് അതിലേതെങ്കിലും ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് അപേക്ഷിക്കുമ്പോൾ അത് കിട്ടണമെന്ന് തന്നെയാണ്. കിട്ടൂല എന്നല്ല, എങ്കിലും ചിലപ്പോൾ ഇത്തിരി വഴി പോകാം, ചിലപ്പോൾ ഇത്തിരി താമസം ഉണ്ടായേക്കാം എന്നൊക്കെ സംഭവിക്കാമെങ്കിലും എത്ര വഴിയാലും നമ്മുടെ അരുമനാഥം പറഞ്ഞത് സാധിക്കാതിരിക്കില്ല. പ്രിയമുള്ളവർ, വീണ്ടും ഇല്ലെങ്കിൽ കഷ്ടം എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും 14-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയെങ്കിൽ പ്രത്യാശ വ്യക്തിയോ ധൈര്യപ്പെട്ടിരിക്കുക. നമ്മളുടെ പ്രത്യാശ ദൈവത്തിലാവട്ടെ, നമ്മളുടെ പ്രത്യാശ ക്രിസ്തുവിലായിരിക്കട്ടെ. നമ്മൾ ധൈര്യപ്പെട്ടിരിക്കുക. കർത്താവ് പോകുമ്പോൾ ചില രോഗികളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവിടെ സമാധാനവും ധൈര്യപ്പെട്ടിരിക്കുക എന്ന രണ്ട് വാക്കാണ് ഉപയോഗിക്കുന്നത്. സമാധാനമായിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, ഇത് തന്നെയാണ് പറയുന്നത്. കാരണം ക്രിസ്തുവിൽ മാത്രമേ അത് ഉള്ളൂ, ക്രിസ്തുവിന് മാത്രമേ അത് നൽകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അതങ്ങനെ പറയണം. ഇവിടെ നോക്കൂ, അപ്പോൾ നമ്മൾ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. എന്നിട്ട് വീണ്ടും പറയുക, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഒന്നാമത് നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കണം. നമ്മൾ വിശ്വസിക്കുന്നു, വിശ്വാസം മാറിപ്പോകരുത്, ഹൃദയം ഉറച്ചിരിക്കണം. അത് വീണ്ടും പറയുകയാണ് ദാവീദ്. അപ്പോൾ നമ്മൾ ആ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി ഇരിക്കുമ്പോൾ ദൈവം എന്തെല്ലാം ഒരു മനുഷ്യന് ആവശ്യമാകുന്ന കാര്യങ്ങളിൽ ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഇടപെട്ടിരിക്കും. അതൊന്നും കുറവ് കൂടാതെ നടന്നിരിക്കും. അതിപ്പോൾ പിന്നെയും വേറെ ചിലർ വിചാരിക്കും ഇവിടുന്ന് ഈ ലോകത്തുള്ള കുറേ വസ്തുവകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് കുറേ വാരി കൂട്ടാമെന്നൊന്നുമില്ല. അതൊക്കെ അങ്ങനെ ചെയ്യണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ കുഴപ്പങ്ങളും ഉണ്ട്. അത് നമ്മൾ ആ വചനം പഠിക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അതല്ല, ദൈവം അതിനൊന്നും കാണുന്നില്ല. ദൈവം അന്നെന്നുള്ളതിനെക്കുറിച്ച് മാത്രം കാണുന്നതാണ്. കാരണം എന്താണെന്ന് അറിയാമോ? അന്നെന്നുള്ളതിനെക്കുറിച്ച് മാത്രം കണ്ടാൽ മതി. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളതാണ്? ഇന്ന് കാണുന്നതും പിന്നെ മറിഞ്ഞു പോകുന്ന ആവിയല്ലയോ. അപ്പം എന്നാൽ ഇപ്പോൾ കാണും, കുറച്ച് സമയത്തേക്ക് കാണും, പിന്നെ അതിനെ കാണൂല. പ്രഷർ കുക്കർ, അതായത് പാചകം ചെയ്യാൻ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ പിന്നെ ഒരു ആവി ഇങ്ങനെ വരും. ആ ആവി പിന്നെ എവിടെ പോയെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ കാണുമോ? എന്ന് കാണാൻ കഴിയില്ല. അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ. അപ്പോൾ അങ്ങനെ എങ്കിൽ കുറേ ഉണ്ടാക്കി വയ്ക്കാമെന്നല്ല, അന്നാന്നുള്ളത് ദൈവം നമുക്ക് നൽകും. അന്നാന്നുള്ള കാര്യങ്ങളിൽ, ക്ഷേമങ്ങളിൽ നമ്മുടെ കർത്താവ് ഇടപെടും. അതുകൊണ്ട് തൃപ്തരാവാത്തവർ വേറെ എന്തൊക്കെ ചെയ്യട്ടെ, അന്നല്ല, അത് ഇവിടെ വിഷയമല്ല. കാരണം എന്താ വെച്ചാൽ അതിനാ ഞാൻ പിന്നെ ഈ വാക്യം പറഞ്ഞത്, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുവിൽ ഉറപ്പായിരിക്കുക, വിശ്വസിക്കുക. വിശ്വാസത്തിൻ്റെ കുറവ് എവിടെ സംഭവിക്കുന്നുവോ അവിടെ നമുക്ക് സംഭവിക്കുന്നത്, അതായത് ആ വിശ്വാസം മെല്ലെ മെല്ലെ കുറഞ്ഞു പോകുമ്പോൾ
സാത്താൻ്റെ ഭാഗത്തേക്ക് നമ്മൾ മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു തത്വം. അതങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. നമ്മൾ ആ വിശ്വാസം കുറയരുത്. നമ്മൾ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചവരാണല്ലോ. അപ്പോഴാണല്ലോ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ കൃപ നമ്മളിൽ നിന്ന് മാറിപ്പോകരുത്. അതായത് യേശുക്രിസ്തു നമ്മളിൽ നിന്ന് മാറിപ്പോകരുത്. ആ രക്ഷ നമ്മളിൽ നിത്യമാണ്. ആ നിത്യമായിരിക്കുന്ന രക്ഷയിൽ നിന്ന് നമ്മൾ മാറിപ്പോകാൻ ഇടയാകാത്ത രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മാത്രം.